കോടീശ്വരന്മാരിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ഒരാളാണ് ഇലോൺ മസ്ക്. ഇന്ത്യയിലും അദ്ദേഹം സ്വീകാര്യനാണ്. മാത്രവുമല്ല, ഇലോൺ മസ്കിന്റെ ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവിനായുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യക്കാരും. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഡിമാൻഡ് കൂടി തുടങ്ങിയപ്പോൾ കേൾക്കുന്ന പേരാണ് ഇലോൺ മസ്കിന്റെ ടെസ്ല. ആഡംബരം കവിഞ്ഞൊഴുകുന്ന ടെസ്ല മോഡലുകൾ വിദേശ നിർമ്മിതമായതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാഹനത്തിന്റെ പ്രൈസ് കണക്കുകൾക്കും അപ്പുറമായിരിക്കും. കാരണം വിദേശ രാജ്യങ്ങളിലെ ബജറ്റ് മോഡലുകൾ പോലും ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ പ്രീമിയമാകും. വിലയിലെ ഈ ഭീമമായ വർധനവിന് കാരണം നികുതി തന്നെയാണ്. എന്നാൽ ടെസ്ല ഇന്ത്യയിൽ തന്നെ നിർമ്മാണം ആരംഭിച്ചാൽ ഈ പ്രശ്നമുണ്ടാകില്ല. ഇതിനായുള്ള ഇന്ത്യക്കാരുടെ കാത്തിരിപ്പ് ഉടൻ അവസാനിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ നയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ അംഗീകാരം നൽകിയതോടെയാണ് ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ഏകദേശം യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത്. കാരണം പുതിയ നയത്തിന് സർക്കാർ അംഗീകാരം നൽകിയത് ടെസ്ലയെ ആകർഷിച്ചിട്ടുണ്ട്. അടുത്തിടെ നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ മസ്കിന്റെ മനസ്സിലെ മഞ്ഞുരുകിയെന്ന വിദഗ്ധർ വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ടെസ്ലയുടെ വരവ് ഇനി എന്ന് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. മാത്രവുമല്ല, ടെസ്ലയുടെ വരവ് ഇന്ത്യയിൽ 16,697 കോടി രൂപയുടെ വമ്പൻ നിക്ഷേപത്തിന് വഴിവെക്കുമെന്നാണ് വിവരം. പ്ലാന്റിന് അനുയോജ്യമായ ഇടം കണ്ടെത്താൻ മസ്ക് ഈ മാസം ഇന്ത്യയിലേക്ക് ഒരു ടീമിനെ അയക്കുമെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിനോടകം മികച്ച EV ഇൻഫ്രാസ്ട്രക്ചറും കയറ്റുമതിക്കുമായി തുറമുഖ സാധ്യതകളുമുള്ള മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് കമ്പനിയുടെ പ്രഥമ പട്ടികയിലുള്ളതെന്നും സൂചനകളുണ്ട്. അതേസമയം വിഷയത്തിൽ ടെസ്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പുതിയ EV നയത്തിന് കീഴിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി സർക്കാർ കസ്റ്റംസ് തീരുവ 15% കുറച്ചിട്ടുണ്ട്. ഇതാണ് മസ്കിന് വീണ്ടും ഇന്ത്യയിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപാദനം ആരംഭിക്കാൻ ശ്രമിക്കുന്ന വിദേശ ബ്രാൻഡുകൾക്ക് അകമഴിഞ്ഞ സഹായവും മോദി സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി മോദി US-ൽ വെച്ച് മസ്കിനെ കണ്ടിരുന്നു. വിവിധ മേഖലകളിൽ താങ്ങാവുന്ന വിലയിൽ സാങ്കേതിക വിദ്യ പ്രാപ്യമാകുന്ന മസ്കിന്റെ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചിരുന്നു. ഇലക്ട്രിക് മൊബിലിറ്റി, അതിവേഗം വികസിക്കുന്ന വാണിജ്യ ബഹിരാകാശ മേഖലയിലെ നിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ ചർച്ച ചെയ്യാൻ മോദി മസ്കിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. പുതിയ EV സ്കീമിന് കീഴിൽ രാജ്യത്ത് നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് കുറഞ്ഞത് 4,150 കോടി രൂപയുടെ നിക്ഷേപം ആവശ്യമാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. മറ്റു ചില നിർദ്ദേശങ്ങളും പുതിയ പോളിസി മുന്നോട്ട് വയ്ക്കുന്നു. ടെസ്ല രാജ്യത്ത് ഉൽപാദനം ആരംഭിച്ചാൽ ഇന്ത്യയെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഇന്ത്യക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ടെസ്ല മോഡലുകൾ ലഭിക്കുമെന്നതും സത്യമാകും. ഒപ്പം തന്നെ ഉയർന്ന ശമ്പളത്തോടു കൂടിയ തൊഴിലവസരങ്ങളും ഇത് മുഖേന ഇന്ത്യയിൽ ഉയരും.